കോഴിക്കോട് +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധം. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ലിനറ്റ്, കോഴിക്കോട് മന്ത്രി എവിടെ വെച്ചാണ് KSU പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്? ബിനിൽ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കോഴിക്കോട് ഉണ്ടാകുന്നത്. ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുൻപിൽ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയായിരുന്നു. മലബാറിലെ +1 പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു KSUവിൻ്റെ പ്രതിഷേധം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ തന്നെ ഉപരോധങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിഷേധങ്ങളുമായി KSU പ്രവർത്തകരൊക്കെ തന്നെ നടന്നിരുന്നു. കാരണം ഈ +1 പ്രതിസന്ധി, ഈ സീറ്റുകൾ ഇനിയും കിട്ടാനുണ്ട് എന്ന പ്രതിസന്ധി വളരെയേറെ ശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി KSU രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയുണ്ട്. 3 ലക്ഷത്തിൽ പരം സീറ്റുകൾ +1 പ്രവേശനം നേടിയിട്ടുണ്ട് എന്നും അത് സീറ്റുകൾ നൽകാൻ കഴിഞ്ഞുവെന്നും അതേസമയം തന്നെ അലോട്ട്മെന്റുകൾ നൽകിയിട്ടും ജോയിൻ ചെയ്യാത്ത 82,000-ഓളം വരുന്ന സീറ്റുകൾ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഈ ഒരു മലബാർ മേഖലയിൽ കുട്ടികൾ 60-ൽ കൂടുതൽ കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നുവെന്നും അതേസമയം വളരെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായിട്ടും അതേസമയം സീറ്റുകൾ കിട്ടിയിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു KSU പ്രവർത്തകരെ പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ബിനിൽ, ലിനറ്റ്, ഇതിപ്പോൾ വലിയൊരു പ്രതിഷേധമാണല്ലോ അവിടെ നടന്നത്. പെട്ടെന്നുള്ള ഒരു പ്രതിഷേധമായിരുന്നു, പോലീസിന്റെ മുന്നറിയിപ്പൊന്നും ലഭിച്ചില്ല അല്ലേ? നിലവിൽ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. കാരണം KSUവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ആഴ്ചയിൽ കൂടുതലായി ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഇവർ മുൻപന്തിയിലുണ്ട്. കാരണം DDE ഓഫീസുകൾ ഉപരോധിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെയായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരും പരാതിയുമായി തന്നെ വന്നിട്ടില്ല, തങ്ങളെ കണ്ടിട്ടില്ല എന്ന കാര്യം കൂടി. മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടി കൂടുതൽ സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. പക്ഷേ അതുകൊണ്ട് മാത്രം സീറ്റ് പ്രതിസന്ധി അവസാനിക്കില്ല എന്നുള്ളതാണ് KSUവും MSFും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എടുക്കുന്ന നിലപാട്. അതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയെ കോഴിക്കോട് വെച്ച് കരിങ്കൊടി കാണിച്ചത്. ലീനറ്റാണ് വിവരങ്ങൾ നൽകിയത്.